വർഗീസ് വിദേശകാര്യ വിദഗ്ധൻ ടെലിഫോൺ ലൈനിലുണ്ട്. മോഹൻ വർഗീസ്, ഇതൊരു ശാശ്വത വെടിനിർത്തലായി മാറുമോ? ഇത് ശാശ്വത വെടിനിർത്തൽ എന്ന ഒരു രീതി തന്നെയാണ് ഈ വെടിനിർത്തൽ ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. നിലവിൽ യഥാർത്ഥത്തിൽ അവിടെ ഒരു ഒന്നാം ഘട്ട ചർച്ചയുടെ എന്ന് പറയുന്നത് ശാശ്വതമായ വെടിനിർത്തലിലാണ് ഹമാസ് ആഗ്രഹിക്കുന്നത്. അത് ഇസ്രായേൽ അംഗീകരിക്കുന്നു എന്ന മട്ടിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ വെളിയിൽ വന്നത്. എന്നാൽ എനിക്കിവിടെ എക്കോ വരുന്നുണ്ട്, എനിക്ക് രണ്ടായിട്ടിരിക്കുന്നുണ്ട്. അതാണ് അത് ശരിയാകും, ഉടൻ ശരിയാകും. അങ്ങ് സംസാരിച്ചു. ഓക്കെ. അപ്പൊ ഗസയുടെ മണ്ണിൽ ഒരു ശാശ്വത ഭയം സംഭവിക്കുന്നു എന്നത് ശുഭോദർക്കമായ കാര്യം തന്നെയാണ്. ഇതെങ്ങനെയാണ് പക്ഷെ നടപ്പാക്കി എടുക്കുക എന്നതിനെ കുറിച്ച് വളരെ വലിയ ചർച്ചകൾ. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ചർച്ചയായത്. ഒന്ന്, ഗസയുടെ വെടിനിർത്തൽ അത് ഇമ്മീഡിയറ്റ്ലി നിലവിൽ വരേണ്ട ഒരു കാര്യമാണ്. അത് 72 മണിക്കൂറിനുള്ളിൽ, 3 ദിവസമാണ്, 72 മണിക്കൂറിനുള്ളിൽ നിലവിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. രണ്ട്, ബന്ദികളുടെ കൈമാറ്റം. 20 ബന്ദികൾ, ഇസ്രയേലി ബന്ദികളായ 20 പേര് ജീവനോടെയും അല്ലാതെ 28 മൃതദേഹങ്ങളുമുണ്ട്. അത് കൈമാറ്റം ചെയ്യപ്പെടണം. അതിനും ലഭിച്ചിരിക്കുന്ന സമയപരിധി 72 മണിക്കൂറാണ്. അതിനുള്ളിൽ തന്നെ നിശ്ചിത ഒരു പ്രദേശത്തേക്ക് ഇസ്രയേലിന്റെ സൈന്യങ്ങൾ പിന്മാറണം. അത് ഗാസയുടെ പുറത്തേക്ക് പോകുക എന്നതല്ല. ഇസ്രയേൽ ആദ്യം പറഞ്ഞിരുന്നത് ഗാസ സിറ്റിക്ക് പുറത്തേക്ക് ഇസ്രായേൽ സൈന്യങ്ങൾ നീങ്ങുന്നു, ഒരു നിശ്ചിത ഇടത്തേക്ക്. പക്ഷെ അതിനേക്കാൾ ഒരു ലാർജർ ഏരിയയിലേക്ക്, പിന്നിലേക്ക് ഇസ്രായേൽ സൈന്യങ്ങളുടെ ഒഴിഞ്ഞുപോക്കുണ്ടാകും എന്ന രീതിയിലാണ് ഇപ്പോൾ ചേർന്ന ധാരണകൾ. ഈ ധാരണ സ്ഥിരീകരിക്കപ്പെടേണ്ടത് ഇസ്രായേലിന്റെ ക്യാബിനറ്റ് മീറ്റിംഗിലാണ്. അത് ഉടനെ തന്നെ തുടങ്ങേണ്ട ക്യാബിനറ്റ് മീറ്റിംഗ് ആണ്. ആ ക്യാബിനറ്റ് മീറ്റിംഗിൽ എന്ത് നിലപാടാണ് കക്ഷികൾ സ്വീകരിക്കുക എന്നത് വളരെ കൗതുകരമായ കാര്യമാണ്. അവിടെ അംഗീകാരം ഉണ്ടാകുമെന്ന് പൊതുവെ പ്രതീക്ഷിക്കുന്നുവെങ്കിലും ഇറ്റാമിർ ബെൻഗൂർ നയിക്കുന്ന കക്ഷിയുടെ ഒരു തീവ്ര വലതുപക്ഷ കക്ഷിയാണ്. അതുപോലെ തന്നെ മോഡ്രിറ്റ് നയിക്കുന്ന കക്ഷി, ഈ ധനകാര്യമന്ത്രി മോഡ്രിറ്റ് നയിക്കുന്ന കക്ഷി, അവരുടെയൊക്കെ പിന്തുണ ഇപ്പോൾ സർക്കാരിനുണ്ടെങ്കിലും ഹമാസിന് വലിയ നേട്ടമുണ്ടാക്കുന്ന രീതിയിൽ ആത്യന്തികമായ കരാർ ഉണ്ടാവുകയാണ് എങ്കിൽ എത്രത്തോളം മുന്നോട്ട് പോകാനാവും എന്നത് ഒരു സംശയകരമായ കാര്യമാണ്. ഒരു ഘട്ടത്തിൽ ഈ കക്ഷികൾ ബെഞ്ചമിൻ നെതന്യാഹു ഗവൺമെന്റിനുള്ള പിന്തുണ പിൻവലിക്കുന്നതിന്റെ വരെ എത്തിയതുമാണ്. അപ്പൊ അങ്ങനെ വല്ലതും സംഭവിച്ചില്ല എങ്കിൽ ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കത്തക്ക രീതിയിലാണ് കരാർ എന്നൊരു ബോധ്യം മന്ത്രിസഭയ്ക്കുണ്ടായെങ്കിൽ അതിന് അംഗീകാരം നൽകുക എന്നതാണ്. അത് മാത്രമല്ല, ഒരിക്കൽ ഇസ്രായേൽ അംഗീകാരം നൽകിയാലും ഇപ്പോൾ ഉയരുന്ന ചോദ്യം ഇത്രത്തോളം ഈ വെടിനിർത്തൽ ശാശ്വതമായി നിലനിൽക്കും. മുൻപ് 2 പ്രാവശ്യം വെടിനിർത്തൽ ഉണ്ടായതാണ്. ഒക്ടോബർ 2023 ആക്രമണത്തിന് ശേഷം ഒരു മാസത്തിന് ശേഷം നവംബർ 2023 ഉണ്ടായ ഒരു വെടിനിർത്തൽ. അത് അല്പായുസായിരുന്നു. ഏതാനും ബന്ദികൾ കൈമാറ്റത്തിന് ശേഷം ഇസ്രായേൽ ഏകപക്ഷീയമായ വെടിനിർത്തൽ ലംഘിക്കുകയും വീണ്ടും ആക്രമണം തുടങ്ങുകയും ചെയ്തു. പിന്നീട് ഏറ്റവും ഒടുവിൽ 2025 ജനുവരിയിൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി അധികാരത്തിൽ 2ാം ഊഴത്തിലും വരുന്നതിന് തൊട്ട് അടുത്ത സമയങ്ങളിൽ നടത്തിയ വെടിനിർത്തൽ, ആ വെടിനിർത്തലും ശാശ്വതമായില്ല എന്നത് ഒരു പരിഗണനാ വിഷയമാകുമ്പോൾ 3ാമത്തെ പ്രാവശ്യം നടക്കുന്ന ഈ വെടിനിർത്തൽ അന്തിമമാകണം, ശാശ്വതമാകണം എന്ന ഒരു ചിന്തയാണ് ഇപ്പോൾ മനസ്സുകളിൽ ഭരിക്കുന്നത്. ഇതാരാണ് ഉറപ്പ് നൽകേണ്ടത്? ശക്തനായ ദേശം തന്നെയാണല്ലോ അമേരിക്ക ഉറപ്പ് ലംഘിക്കാൻ ഇസ്രായേലിനെ തടയാനുള്ള ചുമതല അമേരിക്ക തന്നെയാണ്. അത് മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ മധ്യസ്ഥത റോളിൽ വരുന്ന ഖത്തറും ഈജിപ്തും ഒക്കെ തന്നെ എന്ത് നിലപാടെടുക്കുന്നത്? ഏതെങ്കിലും കക്ഷി ഹമാസിന്റെ ഭാഗത്തു നിന്നോ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നോ ഒരു ചട്ടലംഘനം, ധാരണാ ലംഘനം ഉണ്ടായാൽ ആരാണ് അതിനുള്ള മറുപക്ഷം, അതിനുള്ള ബാലൻസിങ് ആക്ട് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചും ഇപ്പോൾ കൂടുതൽ ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഘട്ടം മാത്രമാണ്, സമാധാന ചർച്ചകളുടെ ആദ്യ ഘട്ടം മാത്രമാണ് പൂർത്തിയായത്. അത് നൽകുന്ന സൂചന വളരെ ശുഭോദർക്കം തന്നെയാണ്. അത് മുന്നോട്ട് പോകും. 2ാം ഘട്ടത്തിലാണ് ഏറ്റവും നിർണായകമായ, തന്ത്രപ്രധാനമായ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് 2ാം ഘട്ടത്തിലാണ്. അതായത് ഒരു ഹമാസിന്റെ ഡീമിലിറ്ററൈസേഷൻ, ആയുധങ്ങൾ താഴെ വയ്ക്കുന്നത്, അത് മാത്രമല്ല ഭാവി അഡ്മിനിസ്ട്രേഷനെ കുറിച്ചും തീരുമാനം. അവിടെ ഹമാസിന്റെ പ്രതിനിധികൾ ഉണ്ടാകുമോ, ഹമാസ് നിശ്ചയിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടാകുമോ, ഹമാസ് പൂർണ്ണമായി ഒഴിഞ്ഞു പോകുമോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ തീരുമാനമാകേണ്ടത് അടുത്ത ഘട്ടത്തിലാണ്. ഒരുപക്ഷെ അടുത്ത ഘട്ടം കൂടി സുഗമമായി പൂർത്തിയാക്കിയാൽ മാത്രമേ ആത്യന്തികമായ സമാധാനം അവിടെ കൈവന്നു എന്ന് പറയാനാവൂ. 3ാം ഘട്ടത്തിലാണ് വിശാലമായ പലസ്തീനിയൻ കോസ്. അതിപ്പോൾ അതിനെ ഡീലിങ്ക് ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴത്തെ ചർച്ചകളെല്ലാം തന്നെ ഗാസ മാത്രം കേന്ദ്രീകരിക്കുന്നതാണ്. വിശാല പലസ്തീൻ ഒരക്ഷരം തന്നെ പങ്കെടുക്കുന്ന ആരും സംസാരിക്കുന്നില്ല. സംസാരിക്കുന്ന ഹമാസ് മാത്രമാണ്. ഹമാസ് നിരായുധീകരിക്കപ്പെടണമെങ്കിൽ, പിരിച്ചുവിടണമെങ്കിൽ ആത്യന്തികമായ പലസ്തീനിയൻ കോസ് ആരെങ്കിലും ഏറ്റെടുക്കണം എന്ന ചിന്തയാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതേക്കുറിച്ച് ഈ ഘട്ടത്തിൽ ഒരു ചർച്ചയും നടക്കുന്നില്ല എന്നതുകൊണ്ട് അത് 3ാം ഘട്ടത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് എന്ന് കരുതാം.